മിതു അപ്പൊ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ബാ നമുക്ക് പോവാം. അച്ചു എന്താണാവോ അച്ചുവിന്? ഇപ്പൊ ഒന്നുമില്ല, വാ നമുക്ക് വീട്ടിൽ പോവാം. എടി ബുദ്ധിയുള്ളവളെ, ഞാൻ എൻ്റെ ഒരു സംശയമല്ലേ പറഞ്ഞു, നീ എന്തിനാ അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പോയി പറഞ്ഞേ? അത് സംശയമാണ്, ശരിയാണ്. അവൻ്റെ ഫോൺ ബെല്ലടിച്ചപ്പോഴല്ലേ നിന്റെ ഫോൺ ബെല്ലടിച്ചേ? എന്താണ് എടി ബുദ്ധൂസേ, നീ ഫോണിൽ റിങ് അടിച്ചപ്പോഴല്ലേ അവൻ്റെ ഫോൺ ബെല്ലടിച്ചേന്ന്? ആ നീ ഇപ്പോൾ പറഞ്ഞ എനിക്ക് മനസ്സിലായി, പക്ഷെ നീ ആദ്യം പറഞ്ഞ ഏത് ഭാഷയായിരുന്നു? അതാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രശ്നം. അല്ല എന്നാ പിന്നെ വിഷയത്തെ പറ്റി സംസാരിക്കുന്നു. ഇതെന്തൊക്കെയായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒന്നുമില്ല. ആക്ച്വലി സത്യാവസ്ഥ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വിളിച്ചത് അവനെ അല്ലായിരുന്നു. അതെങ്ങനെയാ നിനക്കറിയാം? അവനെ ആണെങ്കിലും അവനല്ലാതെ. കാരണം പുള്ളി എൻ്റെ ഫോൺ എടുത്ത് സംസാരിച്ചു. ശരിക്കും? ആ ശരിക്കും. ഞാനെന്തിനാ നിൻ്റെ അടുത്ത് കള്ളം പറയണേ? എടി മഹാഭാവി. ഭാവിയല്ല ആവി. ഞാനിതെന്താ ചെയ്തേ? എനിക്കെന്താ സങ്കടമെന്നറിയോ? ഞാൻ ആ പൊട്ടൻ്റെ മുമ്പിൽ ചമ്മില്ലേ. അങ്ങനെ തന്നെ വേണം. എടുത്തിയാടി ഓരോന്നൊക്കെ ചെയ്യുമ്പോഴേ ഒന്ന് ആലോചിക്കണേ. എടി ദ്രോഹി, നിനക്ക് വേണ്ടിയാടി? എനിക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പോയി പറയാം. നീക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോ? എനിക്കിഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞോ എന്ന്? അയ്യോ, മോളും ഇഷ്ടപ്പെടാൻ നടക്കുന്നു. മര്യാദയ്ക്ക് ഇങ്ങോട്ട് നടക്കടി. പിന്നെ അവരെവിടെയെങ്കിലും വെച്ച് കണ്ടു കഴിഞ്ഞാൽ എൻ്റെ കൂടെ ഓടിക്കോളാം. എന്തിന്? ഞാനല്ലല്ലോ പോയി ഓരോ വിളിത്തരമൊക്കെ വിളിച്ച് പറഞ്ഞത്. ഞാനൊരു കാര്യം ഞാൻ എപ്പോഴേ ഓടി. അയ്യോ കാണുമ്പോ അച്ചോ അത് നിങ്ങളൊക്കെ ഏത് വഴിയൊക്കെ പൊക്കോളും. എന്തോ? അല്ല, അവൻ അവളൊന്നും ചെയ്യില്ല. അവൻ പേടിച്ചങ്ങ് തിരിച്ച് ഓടി വന്നോളൂ. അത് പിന്നെ ഞാൻ പിന്നെ അവള് പറഞ്ഞ കാര്യമാക്കി എടുക്കണ്ട കേട്ടോ. എനിക്കത് ചോദിക്കണമെന്നുണ്ടായിരുന്നു. ശരിക്കും ആ കുട്ടി പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. അത് മനസ്സിലാക്കാൻ മാത്രമൊന്നും ഇല്ല, അവർക്ക് പെട്ടെന്നൊന്ന് ആള് മാറിയതാ. ഓക്കെ. തൻ്റെ പേരെന്തായിരുന്നു? നിത്യ. എൻ്റെ പേര് ഹരികൃഷ്ണൻ. ഞാനിവിടെ ഒരാളെ കാത്തിരിക്കായിരുന്നു. ആ ആളാണെന്നറിയാനാ തന്നോട് ഞാൻ നേരത്തെ വന്ന് സംസാരിച്ചത്. ഓ ആണല്ലേ? ഞാനിവിടെ കുറേ നേരമായിട്ട് ഒരാളെ നോക്കിയേക്കുക. ദൈവമേ, ഇനി ബോയ് ഫ്രണ്ട് ആരാള്? ഒരു ചെറിയ മാരേജ് പ്രപ്പോസൽ. അപ്പോൾ അമ്മേൻ്റെ അടുത്ത് പറഞ്ഞു ഒന്ന് പോയി കാണാൻ. അപ്പം ഞാനൊന്ന് കാണാൻ വന്നതാ. അപ്പം തനിക്ക് ഇഷ്ടമാണോ ആളെ? ഇഷ്ടമാണോ അല്ലയോ എന്നൊക്കെ പറയാൻ ഞാൻ ആളുടെ ഫോട്ടോ കൂടി ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. ആണല്ലേ? യാ. ഇനി പറ, ചേട്ടനാരെയാ കാത്തേക്കുന്നേ? ഹായ്. ഹലോ. അതെ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. ഞാൻ തല്ലുണ്ടാക്കാൻ വന്നതല്ല. എനിക്ക് മനസ്സിലായി, പൊക്കോ. നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? അത് ശരി, ഞാൻ വന്നാ നിനക്കെന്ത്? എടാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് അവളെ മതി.